സ്പെഷ്യൽ അച്ചാറായിട്ടാണ് വരുന്നത്. അത് ബീഫ് കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് കാണാം. ഇത് 1/2 കിലോ ബീഫാണ്. ഇത് 1/2 കിലോ ബീഫ് ചെറുതായിട്ട് അവിടെ നിന്ന് തന്നെ നുറുക്കി വാങ്ങിയതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഇച്ചിരി മസാല ഇട്ടിട്ട് വേവിക്കാം. ഇനി നമുക്ക് ഈ കുക്കറിൽ ഇറച്ചി ഇടാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഒരു സ്പൂണ് മുളക് പൊടി ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കുക ഇട്ടിട്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഈ ഇറച്ചി വേവിക്കുമ്പോൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ആ ഇറച്ചിയിൽ തന്നെ ഉണ്ടാവുമല്ലോ. നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു 3-4 വിസിൽ വന്നാൽ എടുക്കുക. ഇനി നമുക്ക് ഇറച്ചി ഒരു 4 വിസിൽ വരെ വേവിക്കാം. എന്നിട്ട് ഇറക്കി വെക്കുക. നാല് വിസിൽ കറക്റ്റായി വന്നു. ഇനി അത് നമുക്ക് ഇറക്കി വെക്കാം. നമുക്കിത് ഇനി തുറന്ന് നോക്കാം. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ വെള്ളം അടുപ്പത്ത് വെച്ച് തന്നെ നമുക്ക് വറ്റിച്ചിട്ടെടുക്കാം. ഇതാ നല്ല തീ വെച്ചാൽ വേഗം. ഇത് ഇറച്ചിയിൽ വെള്ളം നന്നായിട്ട് വറ്റി, കണ്ടില്ലേ? കണ്ട, നന്നായിട്ട് വറ്റി. ഇനി നമുക്ക് ഇറക്കാം. നമുക്കിനി ഇറച്ചി വറുക്കാം. ഇതാ ഈ അടുപ്പത്ത് തന്നെ ചട്ടി അടുപ്പത്ത് വെക്കാം. ഇനി നമുക്കിതിൽ എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് ഒഴിക്കണത് കേട്ടോ. അച്ചാറുക്ക് നല്ലത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഇട്ട് ഒരു എണ്ണയും അച്ചാറുക്ക് ഇതല്ല. ഇനി നമുക്ക് എണ്ണ ചൂടായി, ഇറച്ചിട്ടെടുക്കാം. നല്ല ചൂടായി. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇറച്ചി വെന്ത് ഒരു ബ്രൗൺ കളറിലായി. നമ്മളിങ്ങനെ ആവുമ്പോഴേ ഇങ്ങനെ ഇറച്ചിയെ പിടിച്ചിങ്ങനെ ചട്ടകം കൊണ്ട് ഇങ്ങനെ നെക്കി നോക്കണം. ഉള്ളിൽ നനവുണ്ടെങ്കിൽ സൂന്നൊരു സൗണ്ട് കേൾക്കും, അതില്ലെങ്കിൽ കേൾക്കില്ല. പിന്നെ ചിലവരിത് നല്ല മൂക്കണം. നല്ല മൂക്കണമെങ്കിൽ ഒന്നുകൂടി മൂപ്പിക്കാം. പക്ഷെ ഇത് അതിന് മൂപ്പില്ലെങ്കിൽ ഈ മൂപ്പ് മതി. ഇതാ കണ്ടില്ലേ, ഇതാണ് ശരിക്കുള്ള മൂപ്പ്. നീ എടുക്കുക. ഇതിന് നമുക്ക് കോരിയെടുക്കാം. ഇറച്ചി വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാറുണ്ടാക്കാം. കൂടുതലായിട്ടുള്ള എണ്ണ നമുക്കെടുത്ത് മാറ്റാം. ഇത് നമുക്ക് കുറച്ചിഞ്ഞിട്ട് മാറ്റുകയാണ്. ഇതാ ഇച്ചിരി കൂടി ഒഴിക്കാം. ഈ എണ്ണ മതി നമുക്ക് അച്ചാറുണ്ടാക്കാൻ. ആദ്യം നമുക്ക് ഈ പച്ചമുളക് എണ്ണയിലിട്ട് വറുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇത്ര പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം. ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ അതാ ഇഞ്ചി ഇടാം.
ഇഞ്ചി ഒരു 4-5 ചെറിയ കഷ്ണം ഇഞ്ചി, അത് കുഞ്ഞതായിട്ട് അരിയുക, പിന്നെ കുരുകുരായിട്ട് അരിയുക. ഇഞ്ചി ഒന്ന് ചൂടായി. നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 3 കുടം വെളുത്തുള്ളി. അത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, അത് അങ്ങനെ കിടന്നോട്ടെ. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2ആയിട്ട് കീറിടുക. ഇച്ചിരി കരിയാപ്പലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അതിൽ നമുക്കൊരു 1/4 സ്പൂണ് ഉലുവപ്പൊടി ഇടാം. പിന്നെ ഒരു 1/4 സ്പൂണ് കടുകിടാം. കടുകും വറുത്ത് പൊടിച്ചതാണ്. പിന്നെ നമുക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി ഇടാം. ഇത് കാശ്മീരി ചില്ലി പൊടിയാണ്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു സ്പൂണ് സാദാ മുളക് പൊടി ഇടാം. കാശ്മീരി മുളക് പൊടി എരിവുണ്ടാവില്ല, അതിനാണ് ഇതിട്ടത്. ഇനി നമുക്ക് ഈ ഇറച്ചി ഇതിലിടാം, വറുത്ത് വെച്ചത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിൽ കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഇടാം. ഇത് ഒരു 1/4 സ്പൂണ് കായത്തിൻ്റെ പൊടി. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിപ്പോൾ എങ്ങനെ ഇരിക്കണ്. ഇനി ഇത് എടുത്ത് വെച്ചിട്ട് നമ്മൾ നാളെ ആവുമ്പോൾ ശരിക്കും അച്ചാറിൻ്റെ പാകത്തിന് വരും. ഇനി ഇത് ഒന്ന് നല്ലപോലെ തിളച്ചോട്ടി, എന്നിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ ബീഫ് അച്ചാർ റെഡിയായി. ഇപ്പം നമ്മൾ ഇട്ടിട്ട് ഒരു ദിവസം പുറത്ത് ചൂടാറാൻ വെക്കണം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതൊരു കുപ്പി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ കുപ്പി കഴുകി ഉണക്കി അതിൽ കോരി ഇട്ടിട്ട് നല്ലപോലെ കാറ്റ് കൊള്ളാതെ മൂടി വെച്ചാൽ കുറേ കാലം അച്ചാറുണ്ടാവും. കുറേ ഗൾഫിൽ കൊണ്ടുപോകാം, എവിടെ പോകണമെങ്കിലും കൊണ്ടുപോകാം. അങ്ങനെ ബീഫ് അച്ചാർ റെഡിയായി.